ഇനിയിപ്പോ അവിടെ അടുക്കളയിലുള്ള പലഹാരം അവിടെ ഉള്ളവരെടുത്ത് കഴിക്കും അമ്മേ. എന്നെ ഒരുപാട് കുറ്റങ്ങൾ പറയുമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അമ്മയ്ക്കും മോനും വലിയ ഇഷ്ടാ. എന്തായാലും ഈ യുഗത്തില് ഇങ്ങനെ പ്രാകൃതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ കാണാൻ പ്രയാസ. ആര് പറഞ്ഞു അനന്തേട്ടാ പ്രയാസമാണെന്ന്? സ്വന്തം ഐശ്വര്യത്തിന് വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ബലി കൊടുക്കുന്നവരില്ലേ? അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ എത്രയോ തവണ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാടെത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ചിലരുടെ മനസ്സ് ഇപ്പോഴും തുരുമ്പെടുത്തിരിക്കുക. ഇത്തരക്കാരരികിലുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. ഒരാളോട് ഉണ്ടേ കഴിക്കാൻ. എടാ നീ വരുന്നതിന് മുമ്പേ ഞങ്ങൾ കഴിച്ചു തുടങ്ങി കേട്ടോ. അമ്മയുണ്ടാക്കുന്ന ഫുഡ് ഇയാൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വരുന്നവരെ കാത്തിരിക്കേണ്ട, കഴിച്ചോളാം ഞാൻ തന്നെ പറഞ്ഞത്. മോനെ കഴിക്ക്. ഇപ്പൊ ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ ഇല്ലയോന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയായിരിക്കും അവിടെ ചിലര്, അല്ലേ? എത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു ഇതിനോടകം, എന്നിട്ടും പഠിച്ചിട്ടില്ല. ഒന്ന് തീരുമ്പോ അതിനേക്കാൾ മോശമായ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇയാളെ പല രീതിയിലും ആക്ഷേപിക്കുമ്പോഴും ഞാനെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ചില നേരത്ത് എന്റെ വ്യക്തിത്വം കളയുന്നതും ഇതിനു വേണ്ടിയൊക്കെ തന്നെയാമേ. ഇയാൾക്കും എന്റെ കുഞ്ഞിന് നേരെ ഉണ്ടാകുന്ന അപകടങ്ങൾ എനിക്ക് മുൻകൂട്ടി അറിയണം. നമ്മുടെ ശത്രുക്കൾ അതെന്നെ മുൻകൂട്ടി അറിയിക്കണം. അതിന് പലതും സഹിച്ചേ പറ്റൂ. അവിടെ ഇപ്പൊ എന്തായിക്കാണോ അവസ്ഥ? അവരൊക്കെ ഇത് കഴിച്ചു കാണൂ. എന്തോ ഒരു അസ്വസ്ഥത. എന്തോ പറ്റിയത്? പ്രതാപാ, കൊറേ നേരമായിട്ടേ എന്റെ വയറ്റിൽ കിടന്ന് എന്തോ ഒരു ഉരുണ്ട് കയറ്റോ വേദനയോ. അയ്യോ, എനിക്കും അത് തന്നെ. എന്താന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പറയാൻ എനിക്കായിരുന്നു ഞാൻ അമ്മയടുത്ത്. വയറ്റിനകത്ത് ഭയങ്കര ഒരു ഉരുണ്ട് കയറ്റം. എന്താ ഇപ്പൊ ഞാൻ ചെന്ന് ഗ്യാസിന്റെ ഗുളിക എടുത്ത് കഴിച്ചു. ആണോ? എന്നിട്ട് നിൽക്കുന്നില്ല. അമ്മയുടെ കക്കൂസിൽ വെള്ളമുണ്ടോ അമ്മേ? ആ, വെള്ളമുണ്ട്. വെള്ളം മോള് വരെ പോവാൻ വയ്യ. എടാ പ്രതാപാ, അവിടെ കേറല്ലേ. അമ്മ ഇരിക്കമ്മേ. മാമേ വേണ്ട, മക്കള് കഴിക്കുന്നത് എനിക്കിങ്ങനെ കണ്ടോണ്ട് നിക്കണം. കഴിക്കുമോളെ. തലക്ക് ആ, മോളും കഴിക്കും. അയ്യോ, എന്ത് പറ്റിയതാ? എന്തൊരു വയറുവേദന. എടാ പ്രതാപാ, ഇനി പലഹാരം മറ്റോ മാറിപ്പോയോടാ? അത് എന്നോടാണോ ചോദിക്കുന്നത് അമ്മേ? എടാ, ആ ടിന്നിലുള്ള പലഹാരത്തിലല്ലേ തേൻ പുരട്ടിയത്? പിന്നെ ഇതെങ്ങനെ? പ്രതാപാ, ഇതൊരു വേദന. മേഘന്റെ ശല്യമൊന്നും ഇല്ലാത്തോണ്ട് അമ്മ പോയി കഴിഞ്ഞ ഉടനെ ഞങ്ങള് പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റാൻ പോവാ. അയ്യോ, അത് അപകടമല്ലേ മോനെ? ഞാൻ ഈ ഷർട്ടൊക്കെ ഒന്ന് മാറി മൊത്തത്തിൽ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടേ പുറത്തേക്ക് പോവൂ. എന്നാലും സൂക്ഷിക്കണം കണ്ണേട്ടാ. ഇവൻ ഏതു നേരവും മഹിക്കപ്പം ഇല്ലല്ലോ ലേഖേ. അപ്പൊ പിന്നെ രണ്ടാളും പുറത്തേക്കൊക്കെ പോയിട്ട് വരട്ടെ. ആ, അയ്യോ, 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 അയ്യേ നമ്മോ. അയ്യോ, എനിക്ക് അയ്യേ. അയ്യോ, എന്തൊരു വേദന സഹിക്കാൻ പോലെ. അമ്മോ, എടാ കഴിച്ചതെല്ലാം പോയടാ. എന്നാലും പൈപ്പ് തുറന്നിട്ട് പോലെ എല്ലാം പോയി. വലിയ ചതിയായി പോയി.
ഇതെന്താടാ പ്രതാപ ഇങ്ങനെ? അവളെ എന്ത് ചെയ്യാൻ നോക്കിയാലും അതൊന്നും നടക്കുന്നില്ലല്ലോടാ.